ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ വെർമിസെല്ലിയാണ് ഞാനൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ്, അതായത് തൊലി കളഞ്ഞ കപ്പലണ്ടി ഈ ഒരു കിണ്ണത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ കിണ്ണത്തിൽ തന്നെ ഞാൻ ബദാമും കൂടെ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് കുതിർക്കണം. ഇനി തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്കതൊന്ന് അരച്ച് വയ്ക്കാം. പിന്നെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അത് ഞാനൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ തിളപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിൽ നമുക്കിനി നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം തന്നെ ഉണക്കം അതായത് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ കുതിർത്തതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഈ നട്ട്സ് ഒന്ന് അരച്ച് വയ്ക്കാം. ഫൈൻ പേസ്റ്റ് ആക്കണ്ട, നമുക്കൊന്ന് തരിപ്പായിട്ട് അരച്ച് വെച്ചാൽ മതി. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് ആദ്യം തന്നെ നുറുക്കി വെച്ച അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് വറുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അതേ നെയ്യിൽ തന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു പാക്കറ്റിൻ്റെ അര കവറോളം ഈ ഒരു പാത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും തന്നെ 4 പേർക്കൊക്കെ കഴിക്കാൻ ധാരാളമാണ് ഈ ഒരു അളവെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് ഒരു കവർ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവും കൂടുതലായിരിക്കും, നെയ്യുടെ അളവും കൂടുതലായിരിക്കും. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ഈ ഒരു വെർമിസെല്ലിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നത്. അതായത് അതിൻ്റെ ഒരു നിറമൊക്കെ മാറിയിട്ട് നല്ല മണം വരും. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ല ക്രിസ്പായി വരുന്നത് വരെ വറുത്തെടുക്കുക. എന്നിട്ട് അതേ കപ്പിൽ വെർമിസെല്ലി എടുത്ത് അതേ കപ്പിൽ ഞാൻ മധുരവും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർക്കാം. എങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ അതിനൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ലിറ്ററും ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതൊരു 1/4 ഭാഗം ഒന്ന് കുറഞ്ഞ് ഒരു 1/4 ഭാഗം വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 അല്ലി ഏലക്കയുടെ വിത്ത് ഇതുപോലെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നട്ട്സിൻ്റെ പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി സിമ്മിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. മാത്രമല്ല നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഇതൊന്ന് നന്നായിട്ട് തിളവന്നൊന്ന് കുറുകി വരുന്ന സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസും കൂടെ ചേർത്ത് വറുക്കാം. ഞാൻ നട്ട്സൊക്കെ അരച്ച് ചേർത്തുണ്ടാക്കുന്ന പായസം ആയതുകൊണ്ടാണ് അത് ചേർക്കാത്തത്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂടുതലും കുറവായിട്ടും ഒക്കെ ചേർക്കാം. നെയ്യ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ ആവശ്യത്തിലുള്ള നെയ്യ് ചേർത്തിട്ടുണ്ട്. ഒരു 2-3 സ്പൂൺ നെയ്യ് തന്നെ ധാരാളമാണ്. അപ്പം ഇതേ പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് കാഷ്യൂവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്